ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഞങ്ങളെല്ലാവരും കൂടി ഫാമിലി മെമ്പേഴ്സ് എല്ലാവരുമായിട്ട് ട്രിപ്പിന് പോയ വീഡിയോ ആണ്. ഞങ്ങൾ എല്ലാവരും കൂടി പോയത് കൊടൈക്കനാലിലേക്കായിരുന്നു. അമ്മയുടെ ഫാമിലി മെമ്പേഴ്സായിരുന്നു ട്രിപ്പിനകത്തുണ്ടായിരുന്നത്. അമ്മയുടെ ചേച്ചി, അനിയത്തി, അനിയൻ, പിന്നെ അവരുടെ ഫാമിലി എല്ലാവരുമായിട്ടാണ് പോയത്. അപ്പോൾ ഞങ്ങൾ രാത്രി ഒരു 11:30 ഒക്കെ ആയപ്പം ട്രിവാൻഡ്രത്ത് നിന്ന് തിരിച്ചു. ഞങ്ങൾ ട്രാവലറിലാണ് പോയത്. അറൗണ്ട് 23 ആൾക്കാരുണ്ടായിരുന്നു. മോർണിംഗ് ഒരു 7:30-8 ഒക്കെ ആയ ടൈമിൽ കൊടൈക്കനാലെത്തി. ഇത് ഞാൻ പോകുന്ന ആ വ്യൂ ആണ് ഞാൻ എടുത്തത്. ഞാൻ ഉറങ്ങി എണീറ്റപ്പം രാവിലെ ഇടയ്ക്ക് എഴുന്നേൽക്കുന്നുണ്ടായിരുന്നു. ബിക്കോസ് നമുക്കങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഉറങ്ങാൻ പറ്റില്ലല്ലോ. അങ്ങനെ അപ്പോൾ ഇത് പാറു, എൻ്റെ കസിനാണ്, പിന്നെ പാറുവിൻ്റെ മോളും. അങ്ങനെ അവിടെ സ്ഥലം എത്തിയപ്പോൾ അമ്മ മോൾക്ക് നിധിക്കുട്ടന് പ്ലേസ് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുന്നതായിരുന്നു. അങ്ങനെ രാവിലെ എത്തിയതിന് ശേഷം ഞങ്ങൾ റൂമിൽ പോയി റെഡിയായി. പിന്നെ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ടിരിക്കുന്നതാണ്. എല്ലാവരും റെഡിയായി ഇറങ്ങുന്ന ടൈമിൽ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. ബിക്കോസ് അവിടെ ഒത്തിരി ഫ്ലവേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് നല്ല നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. എല്ലാം കഴിഞ്ഞ് എത്തിയപ്പോൾ തന്നെ ഒരു 11:30 ഒക്കെ. അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയില്ല. സോ ഞങ്ങൾ നേരെ അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. സത്യം പറയാമല്ലോ, വായി വെക്കാൻ കൊള്ളത്തില്ല എന്നൊരു ഫിലിമിൽ പറയത്തില്ല, അതുപോലെയായിരുന്നു. ഒട്ടും കൊള്ളത്തില്ലായിരുന്നു ബിരിയാണി. അതിനുശേഷം ഞങ്ങൾ പിന്നെ പോയത് പൈൻ ഫോറസ്റ്റ് ഒക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളുടെ കൂടെ ഒരു ഗൈഡും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞ സ്ഥലത്തൊക്കെയാണ് പോയത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പൈൻ ഫോറസ്റ്റിലാണ് പോയത്. പ്രത്യേകിച്ച് അവിടെ കാണാനൊന്നും ഇല്ലായിരുന്നു. കുറേ മങ്കീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ ബനാന കൊടുത്തതൊക്കെ വാങ്ങിക്കൊണ്ട് പോയി. അങ്ങനത്തെയൊക്കെ ആയിരുന്നു. അപ്പോൾ മോൾക്ക് കുറച്ച് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. മങ്കീസൊക്കെ ഇങ്ങനെ അടുത്ത് വന്ന് വാങ്ങിക്കുന്നതൊക്കെ ഫസ്റ്റ് ടൈമാണ് ഇത്രയും അടുത്ത് കാണുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും കാറൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്യാൻ പോലും പ്ലേസ് ഇല്ലാതെ ഇട്ടേക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ കുറച്ച് നേരം പൈൻ ഫോറസ്റ്റിൽ പോയിട്ട് നല്ല വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. ഫോട്ടോസൊക്കെ എടുക്കാനും അങ്ങനെ കാണാനൊക്കെ കുറച്ച് വ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ഇതാണ് ഞാൻ പറഞ്ഞത്, നല്ല രസമായിരുന്നു. നമുക്ക് പിന്നെ അധികം തണുപ്പും ഇല്ലായിരുന്നു. നമുക്ക് ഇതിപ്പം സീസൺ അല്ലാത്തത് കൊണ്ട് തന്നെ ഭയങ്കര തണുപ്പില്ലായിരുന്നെങ്കിലും നമ്മുടെ ഇവിടുത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഫാർ ബെറ്റർ എന്നാണെന്ന് പറയാം. അതിനുശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഒത്തിരി ടൈമൊന്നും സ്പെൻഡ് ചെയ്തില്ല. കുറച്ച് സമയം എല്ലായിടത്തും നിന്നിട്ട് ഇറങ്ങുകയാണ് ചെയ്തത്. പിന്നെ ഇവിടെ ഞങ്ങൾ ഹോഴ്സ് റൈഡിങ് ചെയ്തായിരുന്നു. അപ്പം ഒരു 2 minutes ഹോഴ്സിൽ കയറി പോകുന്നതിന് അവർ വാങ്ങുന്നത് 300 rupees ആയിരുന്നു. അങ്ങനെ ഞാനും കയറി. എല്ലാവരും വലിയ ആൾക്കാരൊന്നും അല്ല, നമ്മുടെ പോലുള്ളവരൊക്കെ ഹോഴ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവർ ജസ്റ്റ് ഒരു 2 minutes അത്രയേ ഉള്ളൂ. അതിനേക്കാൾ കൂടുതലൊന്നും ടൈമൊന്നും എടുക്കത്തില്ല. ഒരു 2 minutes നമ്മളിങ്ങനെ അതിലോട്ട് എന്നോട് ചോദിച്ചു നോർമൽ സ്പീഡ് വേണോ അതോ കുറച്ച് ഹൈ സ്പീഡ് വേണോ ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇപ്പം എങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇത് നോർമലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് മതി എന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ പതുക്കെ ഞങ്ങളെ കൊണ്ടുപോകുന്നതാണ് ഈ കാണുന്നത്. അതിനുശേഷം പിന്നെ എവിടെ പോയാലും ഞങ്ങൾക്ക് ഫോട്ടോ മെയിനാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് സ്ഥലമൊക്കെ സെറ്റ് ചെയ്യാണ്. ഇതിപ്പോൾ പാറു ഫോട്ടോ ആണെന്ന് പറഞ്ഞ് ഓടി വന്നപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോ ആണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് എന്നെ നോക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഗുണ കേവിലോട്ടായിരുന്നു പോയത്. അപ്പോൾ ഈ സ്ഥലത്ത് ഈ പൈൻ ഫോറസ്റ്റിൽ നിന്ന് കുറച്ച് ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ ഗുണ കേവിലോട്ട്. അങ്ങനെ എല്ലായിടത്തും ടിക്കറ്റ് എടുക്കണം. ഈ ഗുണ കേവിലോട്ട് പോകാനായിട്ട് ടിക്കറ്റ് എടുക്കണമായിരുന്നു. സോ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോയി. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ഈ മഞ്ഞുമൽ ബോയ്സ് ഫിലിമിന് ശേഷമാണെന്ന് തോന്നുന്നു ഇത്രയും തിരക്ക്. അതാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ഒത്തിരി മങ്കീസൊക്കെ ഉണ്ടായിരുന്നു. മോളുടെ കയ്യിൽ നിന്ന് ലേസൊക്കെ തട്ടിയെടുത്തുകൊണ്ട് പോയി മങ്കി. അപ്പോൾ ഈ ഗുണ കേവിലോട്ട് പോകുന്ന ആ സ്ഥലമൊക്കെ കണ്ടപ്പോൾ മഞ്ഞുമൽ ബോയ്സ് ഫിലിം കണ്ടതുകൊണ്ട് എനിക്ക് ആ കറക്റ്റ് ഇന്ന ആളിരുന്ന പ്ലേസ് ഇതാണെന്നൊക്കെ എനിക്ക് ഓർമ്മയിൽ വരുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ ഈ കൊച്ചു പിള്ളേരൊക്കെ അവിടെ വന്നിട്ട് സുഭാഷി എന്ന് വിളിക്കുക. അപ്പോൾ ഈ അറിഞ്ഞൂടാത്ത ആൾക്കാരാണെങ്കിൽ യാരെന്താ സുഭാഷ് എന്നൊക്കെ ചോദിച്ച് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫിലിം കാണാത്തവർക്ക് അറിയില്ലല്ലോ ആരാണ് ഈ സുഭാഷ് എന്നൊക്കെ. അപ്പോൾ അങ്ങനെ അതിനുശേഷം കുറച്ച് ഈ മരത്തിൻ്റെ റൂട്ടിൽ കൂടെയൊക്കെ പോകുന്നത് അത്ര ഈസി അല്ലായിരുന്നു. നമുക്ക് വീണാൽ നമ്മൾ അവിടെ നിന്ന് തന്നെ ഇങ്ങനെ നേരെ താഴെ വന്ന് വീഴും. സോ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാനായിട്ട് നമുക്കങ്ങനെ പ്ലേസ് ആയിട്ടൊന്നും കിട്ടിയില്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് ചെയ്തത്. അവിടെ നിന്ന് പിന്നെ ഒരു 5 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഒരു ചെറിയൊരു കടയിൽ പോയിട്ട് ചായയൊക്കെ വാങ്ങി. പിന്നെ ഞാൻ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും കാർഡമം ടീയും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു.
അങ്ങനെ എനിക്ക് കാർഡമം ടീ ഇഷ്ടമാണ്. സോ ഞാൻ അത് വാങ്ങി. അതിനുശേഷം ഞങ്ങൾ രാത്രി റൂമിൽ വന്നിട്ടുള്ള ഇതൊക്കെ വാങ്ങിയ സാധനങ്ങളാണ് രണ്ടുപേരും കൂടി വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ റൂമിൽ വന്ന് ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മുടെ താമസിച്ച ഹോട്ടലിൽ തന്നെ ഡിന്നർ ഉണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഇത് ഞാൻ ജസ്റ്റ് ആ റൂമിനകത്തെ വ്യൂ ഒന്ന് എടുത്തു എന്നേ ഉള്ളൂ. പിന്നെ രാത്രി ആയപ്പം കുറച്ച് തണുപ്പുണ്ടായിരുന്നു. ഡേ ടൈമിൽ തണുപ്പില്ലായിരുന്നെങ്കിൽ രാത്രി അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. ചപ്പാത്തി, ചിക്കൻ കറി, ഫ്രൈഡ് റൈസ് അതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. സോ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഓൾമോസ്റ്റ് ടയേർഡായിരുന്നു. അപ്പോൾ സോ എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറങ്ങാം എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും മൈൻഡിൽ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ പീക്രീസിൻ്റെ കുറച്ച് പാട്ടൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ എല്ലാവരും അവിടെ ഡാൻസൊക്കെ ആയിരുന്നു, കൊച്ചു പീക്രീസ്. അതിനുശേഷം ഞാനും അമ്മയും മോളും കൂടി ഉറങ്ങാനായിട്ട് കിടന്നു. പിന്നെ രാവിലെ ഒരു 7 ഒക്കെ ആയപ്പോൾ എണീറ്റായിരുന്നു. കാരണം ഞങ്ങൾക്ക് നെക്സ്റ്റ് ഡേ ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നുണ്ടായിരുന്നു. സോ രാവിലെ കുളിക്കാമെന്നൊക്കെ വിചാരിച്ച് രാവിലെ എണീറ്റ്. ഇതിപ്പോൾ രാവിലെ എണീറ്റ് ഞാൻ മേളിൽ പോയിട്ട് എടുത്ത വ്യൂ ആണ്. നല്ല രസമായിരുന്നു കാണാനൊക്കെ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം സംസാരിച്ചു, ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റും ഹോട്ടലിൽ നിന്ന് തന്നെയാണ് കഴിച്ചത്. ഇത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാകുന്ന ടൈമിൽ ഈ ഹോട്ടലിൻ്റെ താഴോട്ട് ഫുൾ ഫ്ലവേഴ്സാണ്. നമുക്കിങ്ങനെ പറിച്ചെടുക്കാൻ തോന്നുന്ന ടൈപ്പിലുള്ള ഫ്ലവേഴ്സൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ പോയത് ലേക്ക് വ്യൂവിലോട്ടാണ് പോയത്. പക്ഷെ ഞങ്ങൾ ബോട്ടിങ്ങിനൊന്നും എല്ലാവരും പോയില്ലായിരുന്നു. കുറച്ച് പേര് മാത്രം ബോട്ടിങ്ങിന് പോയി. ബിക്കോസ് വെയിലായിരുന്നു. അപ്പോൾ വെയിലത്ത് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊന്നും പോകാത്തത്. മാർക്കറ്റിൽ പോകാം എന്ന് വിചാരിച്ച്, കൊടൈക്കനാൽ മാർക്കറ്റിൽ പോകാമെന്ന് വിചാരിച്ച് ബാക്കി എല്ലാവരും കൂടി ചാടി ഇറങ്ങി. പക്ഷെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത മാർക്കറ്റല്ല. ഞാൻ വിചാരിച്ച കമ്മലുകൾ, മാലകൾ അങ്ങനത്തെ മാർക്കറ്റാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷേ ഇത് പച്ചക്കറികൾ മാത്രമുള്ള ഒരു മാർക്കറ്റായിരുന്നു. ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു. മാർക്കറ്റ് മീൻസ് ചെറിയ മാർക്കറ്റൊന്നുമല്ല, കുറേ സ്ഥലത്ത് ഇങ്ങനെ സാധനങ്ങൾ വിൽക്കുന്ന മാർക്കറ്റായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പോയി ടയേർഡായി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഉച്ചയ്ക്ക് ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചു. അതിനുശേഷം പിന്നെ ഞങ്ങൾ മധുര മീനാക്ഷി ക്ഷേത്രത്തിലാണ് പോയത്. അവിടുത്തെ വ്യൂ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ബിക്കോസ് ഫോണൊന്നും അലൗഡ് അല്ലായിരുന്നു. അവിടെ ഒത്തിരി തിരക്കായിരുന്നു, രഥോത്സവമായിരുന്നു. സോ ഭയങ്കര ടയേർഡായിട്ടാണ് രാത്രി പിന്നെ ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വന്നു. അത്രയുള്ള എൻ്റെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഫോട്ടോസൊക്കെ അറ്റാച്ച് ചെയ്യാം.